ഇന്ന് നമുക്ക് എളുപ്പത്തില് മുളക് ബജി ഉണ്ടാക്കിയാലോ? ഉള്ളിൽ ഫില്ലിംഗ് വെച്ചിട്ടാണ് കേട്ടോ ഇന്ന് നമ്മൾ മുളക് ബജി ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു ഉരുളങ്കിഴങ്ങ് കട്ട് ചെയ്തതും കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. മഞ്ഞപ്പൊടി ഉപ്പിട്ടൊന്ന് കുക്കറിൽ വേവിച്ചെടുക്കാം. ഇതുണ്ടാക്കാൻ വേണ്ടി 6 മുളക് എടുത്തിട്ടുണ്ട്. ഇതിന്റെ നടുവിലൊന്ന് കീറി കൊടുത്തിട്ട് ഇതിന്റെ ഉള്ളിലുള്ള മുളകിന്റെ കുരൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. മുളകിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചെടുക്കുക. ഇതിന്റെ എരിവൊന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് തിളച്ച വെള്ളം ഒഴിച്ചെടുക്കുന്നത്. 5 മിനിറ്റ് ഒന്ന് ഇതിലിട്ട് വെക്കാം. ചിക്കനും ഉരുളങ്കിഴങ്ങും വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് ഇട്ടെടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. ഉരുളങ്കിഴങ്ങ് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ ഒന്ന് പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചെടുത്തിട്ടുണ്ട്. ഒരു വലിയുള്ളി കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വാട്ടിയെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലക്സും കുറച്ച് മല്ലിയിലും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചില്ലി ഫ്ലക്സ് ഇല്ലാന്നുണ്ടെങ്കിൽ പച്ചമുളക് ചേർത്തെടുത്താൽ മതി. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് തീ ഒന്ന് ഓഫ് ചെയ്യാം. ഇനി ചിക്കനും ഉരുളങ്കിഴങ്ങും വേവിച്ച് വെച്ചതിലേക്ക് ഉള്ളി വാട്ടി ചെയ്തിട്ട് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഒരു ബൗളിലേക്ക് 2 കപ്പ് കടലമാവ് ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിന്റെ പൊടിയും 1/4 ടീസ്പൂണ് കായപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും 1/4 ടീസ്പൂൺ സോഡപ്പൊടി ഇതിലേക്ക് ചേർത്തെടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതുപോലത്തെ തിക്ക് ബാറ്റർ ആക്കിയിട്ട് വേണം മാവ് ഉണ്ടാക്കിയെടുക്കാൻ. ഇതുപോലെ ഒരു സ്പൂണ് വെച്ചിട്ട് ഇളക്കി കൊടുത്തിട്ട് സ്പൂണും വന്ന് ഒട്ടിപ്പിടിക്കുന്ന രൂപത്തിൽ ആക്കിയെടുക്കണം മാവ്. എന്നാലേ മുളകുമ്മ പിടിച്ചു കിട്ടുള്ളൂ. ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഓരോ മുളകിന്റെ ഉള്ളിലും കുറച്ച് ഫില്ലിംഗ് എടുത്ത് കൈകൊണ്ടൊന്ന് ഉരുട്ടിയിട്ട് ഇതിന്റെ ഉള്ളിലൊന്ന് നിറച്ചു കൊടുക്കുക. ഇനി മാവിൽ മുക്കിയിട്ട് എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു ഭാഗം ഒന്ന് വെന്ത് വന്നാൽ മറിച്ചിട്ട് കൊടുക്കുക. എല്ലാം ഇതുപോലെ ഫില്ലിംഗ് നിറച്ചിട്ട് മാവിലുക്കിയിട്ട് എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുളക് ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കൂടെ തന്നെ ഇതുപോലുള്ള ഈസി റെസിപ്പികൾക്കായി എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.